ഗുഡ് ഈവനിംഗ് കേരളത്തിലേക്ക് വീണ്ടും പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. വിദേശത്തേക്ക് പോകുന്ന യാത്രക്കാർക്ക് ക്യൂ നിൽക്കാതെ എളുപ്പത്തിൽ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഒരുക്കിയ സംവിധാനം ജനപ്രിയമാകുന്നു. FTI TTP രജിസ്ട്രേഷൻ കിയോസ്ക് മുഖേന ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ 1500ഓളം യാത്രക്കാരാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത്. ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യാനും ബയോമെട്രിക് വിവരങ്ങൾ നൽകാനും വിമാനത്താവളത്തിന്റെ പുറപ്പെടൽ വെയിറ്റിംഗ് ഏരിയയിൽ സ്ഥാപിച്ചിരിക്കുന്ന കിയോസ്കിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ചലച്ചിത്ര താരങ്ങളായ ആസിഫ് അലി, ദിലീപ്, നാദിർ ഷാ, നടി നിഖില വിമൽ, നിർമ്മാതാവ് ആന്റണി പെരുമാവൂർ തുടങ്ങിയവർ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കിയോസ്കിലെത്തി രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. ഇന്ത്യൻ പൗരന്മാർക്കും ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഉള്ളവർക്കും വേണ്ടിയുള്ള സർക്കാരിന്റെ പദ്ധതിയാണ് ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം. ഇതിൽ ഒരു തവണ രജിസ്റ്റർ ചെയ്ത് അംഗമാകുന്നവർക്ക് ഏത് വിദേശയാത്രയിലും സ്മാർട്ട് ഗേറ്റുകൾ വഴി 20 സെക്കൻഡിനുള്ളിൽ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാം. ഞാനിപ്പം സ്ഥിരം ഇതാണ് യൂസ് ചെയ്യുന്നത്. കാരണം കുറെ നാളന്ന് ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് രജിസ്റ്റർ ചെയ്തത്. എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഇതെന്റെ ഫസ്റ്റ് ടൈം ഉള്ളവരാണ് ഇന്ത്യയിൽ. വളരെ ഈസി ആയിട്ട് തോന്നി. വളരെ ഫലപ്രദമായ ഒരു തീരുമാനമാണ് ഗവൺമെന്റ് നടപ്പാക്കിയത്. കാരണം പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ, ഞാനൊക്കെ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നാട്ടിൽ വരുന്ന ആൾക്കാർ, ക്യൂവിൽ നിന്ന് സമയം കളയാതെ വരുമ്പോഴും പോകുമ്പോഴും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്രീക്വന്റ് ട്രാവലേഴ്സിന്. നിലവിൽ കൊച്ചി ഉൾപ്പെടെ രാജ്യത്തെ 8 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലാണ് ഈ സൗകര്യമുള്ളത്. മുംബൈ, ഡൽഹി, ചെന്നൈ, അഹമ്മദാബാദ്, കൊൽക്കത്ത, ബാംഗ്ലൂർ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലും സൗകര്യങ്ങൾ ലഭ്യമാണ്. കിയോസ്കുകൾ കൂടാതെ വെബ്സൈറ്റ് വഴിയും ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം. ഓൺലൈനായി അപേക്ഷിച്ചവർക്ക് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലെ ഇമിഗ്രേഷൻ കൗണ്ടറുകളോ അടുത്തുള്ള ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസുകൾ വഴിയോ ബയോമെട്രിക് വിവരങ്ങൾ നൽകി എൻറോൾമെന്റ് പുതുക്കാനും കഴിയും. അപേക്ഷയും നൽകിയ വിവരങ്ങളും പരിശോധിച്ച ശേഷമാകും അംഗത്വം നൽകുക. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണെന്ന് വിമാനത്താവളം അധികൃതർ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.